ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ്. സിമ്പിളായിട്ടുള്ള നമ്മളെ രാവിലത്തെ ഡെയിലി റൂട്ടീനാണ് എടുക്കുന്നത്. രാവിലത്തെ പണികളും തിരക്കുകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിലേക്ക് പോകാം. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തീ പൂട്ടി അരിവെള്ളം ഒക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചൂടാവും. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഒരു കൊള്ളി ഇഷ്ടമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 2 കൊള്ളിൻ്റെ അത് നന്നായി തോല് കളഞ്ഞ് കഴുകി നുറുക്കി കുക്കറിൽ വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു വെറും കൊള്ളിഷ്ടം മാത്രം വേണ്ട, അതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ തലേദിവസത്തെ ഇഡ്ഡലി മാവ് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തികയില്ല. അപ്പോൾ കുറച്ചുള്ളൂ. തലേ ദിവസം ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ഇഡ്ഡലിയുടെ മാവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അതിലേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് ദോശ ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇവിടെ നമ്മളെ കൊള്ളി വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കുറച്ച് എണ്ണ കടറി കൊടുത്ത് നമ്മളെ ദോശ റെഡിയാക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ദോശ. നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി മാത്രം ചേർത്ത് ആ ഒരു ഇഡ്ഡലി മാവിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കൊള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് വേണ്ടി കായ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മോൾ എണീച്ച് വന്നു. ചേട്ടൻ അവൾക്ക് പല്ലൊക്കെ തേപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് പാപ്പൊക്കെ കൊടുക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയുടെ തിരക്കിൽ അപ്പോൾ ചേട്ടനെ ഏൽപ്പിച്ചു. കുറേ കസാരയിലിരുത്തി അവൾക്ക് സ്റ്റൂളുമേ പാപ്പൊക്കെ വെച്ച് കഴിക്കാൻ തന്നേക്ക് കഴിച്ച് ശീലിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കഷ്ണം ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോള് കഴിക്കുന്നില്ല, അച്ഛൻ്റെ വായിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ കൊള്ളി വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഇഷ്ടമാക്കിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയും കൂടി മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇഷ്ടു. മുളകും കൂടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഉള്ളി മുളകും കടുകും കുറച്ച് തേങ്ങ ചിരവിയും കൂടി ഇടാം. അപ്പോഴേക്കും നമ്മുടെ കായപ്പേരിയും കൂടി ഉള്ളി മുളകും കൂടി കുത്തി വറവിടുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പേരി സെറ്റായിട്ട്. അപ്പോൾ ചേട്ടൻ ചായ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് വർക്കിന് പോകാൻ. അപ്പോൾ മുരിഞ്ഞ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂട് കൊടുക്കാൻ ഒരു മുരിഞ്ഞ ദോശ കൊടുക്കുന്നുണ്ട്. മോളും അതിനൊപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്, അച്ഛൻ്റെ ഒപ്പം ഇരുന്ന്. അപ്പോൾ ചേട്ടൻ വർക്കിന് പോകാൻ ടാറ്റ കൊടുക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ആ ചേട്ടനെ പറഞ്ഞേക്കണ തിരക്ക് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാളും കുളിച്ചു, മോളും ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയാക്കി ഉറക്കി. അപ്പോൾ പിന്നീട് കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പും മുരിങ്ങക്കായും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിക്കും. തേങ്ങ അരച്ച് കടുകൊക്കെ വറുത്ത് പൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും കറി പോയിട്ട് മോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ചോറ് കൊടുക്കാൻ നോക്കി. അപ്പോഴേക്കും ഉച്ചയായി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാക്കനെ വിളിക്കുകയാണ് ചോറിന്. അപ്പോൾ ഞാൻ കാക്ക വരുന്ന സമയത്ത് ഒരു ഉള്ള കാക്കയ്ക്ക് കൊടുക്കാറുണ്ട്, കഴിപ്പിക്കാനുള്ളൊരു തന്ത്രം. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൾ കളിക്കാൻ വേണ്ടി വന്നു. കളി ടൈമാണെന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് കളിക്കും. അങ്ങനെ കളിക്കാനുള്ള ഇതിലാണ്. അപ്പോൾ രാവിലത്തെ ഒരു ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി കൊടുത്തു. അപ്പോൾ ആൾ കളിയും കിടപ്പും ഒക്കെ ആയിട്ട് ഉറങ്ങുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തുണികളുണ്ടായിരുന്നു തോരയിടാൻ, മെഷീനിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തോരട്ടു. പിന്നെ വൈകിട്ടത്തെ അടിച്ചോറിലേക്ക് കടന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഡെയിലി റൂട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.